ഈ പുസ്തകം ഇതിലെ വിവർത്തനം ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ്യം എഴുതിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മളൊക്കെ കൃഷ്ണകുമാർ എന്ന് വിളിക്കുന്ന അഭിനവ ബാലാനന്ദ ഭൈരവ എന്ന സ്വാമിയാണ്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയുന്നതാണ്. സാധാരണ നമ്മളുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ് ദേവീമാഹാത്മ്യം അല്ലെങ്കിൽ ചണ്ഡീ സപ്തശതി. അതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, 240-240 വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ എന്നാലും സ്ഥൂലമായ അർത്ഥങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ദേവിയുടെ അന്തർമുഖമായിരിക്കുന്ന സൂക്ഷ്മതല എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു 12 വർഷത്തോളം 200-ലധികം പുസ്തകങ്ങളും 10,000-3,000-ലധികം ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തുകൊണ്ട് ഒരു 1500-2000 പേജുള്ള പുസ്തകമാണ്. അതിൽ അർഗളം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എങ്ങനെയാണ് നമ്മൾ ജീവിതചര്യയിലേക്ക് എടുക്കേണ്ടത്, ചണ്ഡീ സപ്തശതി എങ്ങനെ നോക്കണം, അതിൻ്റെ സ്വരൂപം എന്താണെന്നെല്ലാം പറയുന്ന ഒരു ഭാഗമാണ് അർഗളം. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം യഥാർത്ഥത്തിൽ ചണ്ഡീ സപ്തശതിയിലേക്ക് കയറാൻ. അപ്പോൾ ആ ചണ്ഡീ സപ്തശതിയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താണ് അർഗളം, എങ്ങനെയാണ് നമ്മളെ സംസ്കരിക്കേണ്ടതെന്നെല്ലാം എഴുതുന്ന ഒരു ഭാഗമാണ് 20-21 ശ്ലോകത്തോടുള്ള അർഗളം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി സാധിക്കുമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തൃക്കാർത്തിക ദിനത്തിൽ, അതായത് ഡിസംബർ 4 നമ്മൾ ഇവിടെ തന്നെ ഒരു 3 ഭാഗമായിട്ട് ചണ്ഡീ സപ്തശതിയുടെ 1600-ലധികം പേജുള്ള 3 ഭാഗം ഒറിജിനലായിട്ടുള്ള, ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചണ്ഡീ സപ്തശതി കൂടെ വരും. അതാണ് ആദ്യത്തേത്. അപ്പോൾ ആദ്യത്തെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കൽ വയ്ക്കുന്നത്. അടുത്ത തൃക്കാർത്തിക ദേവിയുടെ ദിവസത്തിൽ തന്നെ, പിറന്നാളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന വിചാരിക്കും. ഈ നടക്കൽ വളർന്നതാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ നടക്കലിനുള്ള അനുഗ്രഹം മാത്രമാണ് ഇന്നുവരെ ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളർന്ന് ഇവിടെ തന്നെ ഇരുന്ന് വിദ്യ നേടി ഇവിടെ തന്നെ ഈ ഭഗവതിക്ക് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ, വേറൊന്നും പറയാനില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ തൃക്കാർത്തികയുടെ നോട്ടീസും കൂടി പ്രകാശനം ഇന്ന് നിർവഹിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ കോപ്പി മേടിക്കുന്നതിന് ഞാൻ അവിനാശിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇത് മേടിച്ച് ഭക്തജന സമക്ഷം സമർപ്പിക്കുകയാണ്. ഇത്